ഗൈസ്, അപ്പം ഞങ്ങളാണെങ്കിൽ ജോബ് ഫെസ്റ്റിന് പോവുകയാണ്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നുമില്ല എങ്ങനെ ഇരിക്കുന്നൊന്നും. ബട്ട് ദെൻ യെസ്, ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ വന്നിരിക്കുക. ആക്ച്വലി 11 o'clock ഞങ്ങൾ അവിടെ എത്തണം. 10:55 ആയി. ഞങ്ങൾ പ്രിൻ്റ് എടുക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പം ശാസ്ത്രമംഗലം നിൽക്കുക. വിസ്മയനെ ഇപ്പോൾ വന്ന് പിക്ക് ചെയ്തേ ഉള്ളൂ. വിസ്മയ എന്തെങ്കിലും പറയാനുണ്ടോ? വിസ്മയ ICT ഞാൻ പോകുമല്ലോ. ICT അക്കാഡമിയിൽ എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് വിസ്മയ. യെസ്, ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഭയങ്കര തിരക്കാണ്. കാണാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല. ഇതാണ് സ്റ്റെഫിൻ. ഇതും ഞങ്ങൾ ICTയിൽ നിന്ന് പരിചയപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്. ഇത് സ്റ്റെഫിൻ, വിസ്മയ. ഞങ്ങൾക്കറിയില്ല, കണ്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ആൾക്കാർ, കുറേ ആൾക്കാർ. സ്റ്റെഫിന് കാരണം കാണാൻ പറ്റുന്നില്ല. ഇത് ഫുൾ ഇങ്ങനെ ഭയങ്കര ഓവർ ക്രൗഡഡ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ അപ്പം ഒരു കമ്പനിയും കൊള്ളില്ല. നല്ല ശമ്പളമുള്ള കമ്പനി എക്സ്പീരിയൻസ്. വിസ്മയ ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നു. സ്റ്റെഫിന് എന്തിനാ വന്നത് സ്റ്റെഫിന് പോലും അറിയില്ല. വിസ്മയ സ്റ്റെഫിൻ പറഞ്ഞു രാവിലെ മാട്രിമോണിയിൽ എന്തോ ഡയലോഗ് അടിച്ചായിരുന്നു. അവൻ ഏതോ പെണ്ണിനെ സെറ്റാക്കാൻ വന്നയാ. പക്ഷെ പെൺപിള്ളേരൊന്നും ഇല്ല. ഇതാണ് സ്റ്റെഫിൻ. സ്റ്റെഫിൻ്റെ ഉദ്ദേശം പറയൂ ഇവിടെ വന്നത്. സ്റ്റെഫിന് പറ്റിയ ജോലി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാനേജറായിട്ട് ജോലിയുണ്ട് സ്റ്റെഫിനാണെങ്കിൽ. ശമ്പളം 22,000. 12,000 റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നൊരു സ്ഥലമുണ്ട്. അതിന് സ്റ്റെഫിന് എത്ര കമ്മിറ്റ്മെന്റ് ഉണ്ട്? ഓക്കെ ഗൈസ്, ഭയങ്കര തിരക്കാണ്. സ്റ്റെഫിൻ സിംഗിളാണ്. ഇഫ് യു വോണ്ട് ടു മിങ്കിൾ പറഞ്ഞാൽ മതി. ഓക്കെ, ആക്ച്വലി ഇവിടെ വിസ്മയും സിംഗിളാണ്. വിസ്മയ്ക്ക് മിങ്കിളാവാൻ താല്പര്യമൊന്നുമില്ല. ഇവിടെ ബാക്കി മൈക്കിൽ കൂടെ ഒരു അങ്കിൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും മൈൻഡ് പോലും ആക്കുന്നില്ല. എനിക്ക് ഇതൊരു പിമ്പിളും ഉണ്ട്. എനിക്ക് ദേഷ്യം വരിക ബിക്കോസ് അങ്കിൾ പറഞ്ഞിട്ടാണ് വിസ്മയ ഇവിടെ വന്നത്. വിസ്മയ്ക്ക് ക്വസ്റ്റ് കിട്ടിയത്. ഓക്കെ, ക്വസ്റ്റ് കിട്ടിയിട്ട് അവളുടെ ദേഷ്യമാണ് ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്. സ്റ്റെഫിനും അന്തം വിട്ടിരിക്കുന്നു. വീട്ടിലോട്ട് എന്നിട്ട് പോവാനോ? ശരി, എന്നാ ചോദിക്കാനില്ല. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കമ്പനിയുടെ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് അയച്ചുതരാം. വായിച്ചു ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ജോബ്സ് ഒന്നും കൊള്ളില്ല. ഓക്കെ, ഒന്നും കൊള്ളില്ല. ക്വസ്റ്റിലേക്ക് ഇട്ട് പിള്ളേർക്കൊക്കെ നോക്കുവാണെങ്കിൽ ജോബ്സ് ഒന്നും കൊള്ളില്ല. സെയിൽസ് ഗേൾസ് ആയിട്ടും സെയിൽസ്മാൻസ് ആയിട്ടും റിലേഷൻഷിപ്പ് മാനേജറായിട്ടും സ്റ്റെഫിന്റെ വീട്ടുപേരൊക്കെ ചോദിക്കുന്നു. സ്റ്റെഫിൻ തന്നെ മറന്നു ഞങ്ങളുടെ വീട്ടുപേര്. ഇവരുടെ നോർമൽ കോൺവെർസേഷൻ. ഭയങ്കര ചൂടാണ് ഇവിടെ. എനിക്കറിയില്ല. ഞങ്ങൾ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാനാ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഡീസൻ്റ് ഡ്രസ്സ് ഇട്ട് വന്നത്. ഇത് വിസ്മയുടെ തുണി. ഇതാണ് സ്റ്റെഫിൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. സ്റ്റെഫിൻ അവന്റെ ബാഗിൽ എന്തുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം. സ്റ്റെഫിൻ വിസ്മയുടെ പപ്പയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. തിരക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഇവിടുന്ന് ഓടണം. ബട്ട് പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ആലോചിച്ചിരിക്കുക എന്തെങ്കിലും ഇത്രയും ദൂരെ വന്നല്ലോ. വെയിലത്ത് അരിഞ്ഞറിഞ്ഞ് നടക്കുക. ഞങ്ങൾ ഭയങ്കര ചൂടാ. വിസ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റെഫിൻ പിന്നെ ചുമ്മാ വായനൊക്കെ വന്നുകൊണ്ട് അവന് വലിയ അതൊന്നും ഇല്ല. ഈ കോളേജ് കാണാൻ കൊള്ളാം കേട്ടോ. ഒരു എന്ത് വൈബ്. ഞങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നു. ദേ ഇവിടെ ഒരു കൊച്ച്. ഞങ്ങളിവിടെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ, വുമൻസ് കോളേജിൻ്റെ. കുഴപ്പമില്ല, പക്ഷെ കുറച്ച് പഴയ അതാ. വിസ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നു. വിസ്മയ്ക്ക് ആ ക്വസ്റ്റ് കിട്ടിയിട്ടുള്ളത്.
അവൾക്ക് ജോയിനിങ്, അവൾക്ക് ഈ ഇപ്പം ഇതിലുള്ള ശമ്പളങ്ങളൊന്നും ഭയങ്കര കുറവാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുമ്പോൾ. ദൈവമേ, ഇവിടുത്തെ തിരക്കാണിച്ചു. 4 വർഷം ഡിഗ്രി പഠിച്ചിട്ട് 10,000 രൂപയ്ക്ക്. ജോലിയില്ലാത്ത ആൾക്കാർ അങ്ങനെ പലതും ചെയ്യും. നമ്മളിപ്പോൾ എന്തിനാ അതേ വിസ്മയം അടുത്ത ആൾ നോക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു ഏത് കമ്പനിയാണ്, AY Tech എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കയറാൻ നോക്കി. അവിടുത്തെ 4 ഓപ്പണിങ്ങേ ഉള്ളൂ. ആൻഡ് തിരക്കുന്ന ഒന്നും ഭയങ്കര ക്യൂ. സോ ഞങ്ങളത് വിട്ടു. അവിടെ ക്യൂ കാണാമോ നിങ്ങൾക്ക്? അപ്പം ഞങ്ങളതങ്ങ് വിട്ടു. ഇനി ഞങ്ങൾ അടുത്ത ഡേറ്റ അനാലിസ്റ്റിൻ്റെ ഒരു കമ്പനി കൂടെ നോക്കിയായിരുന്നു. അവിടെയും തിരക്കൊണ്ട് ഞങ്ങൾ കയറില്ല. ഞങ്ങൾക്കാർക്ക് ഇവിടെ ജോലി വേണ്ട, ഞങ്ങൾ എക്സ്പീരിയൻസിനായിട്ട് വന്നതാ. തിരക്കണ്ടിട്ട് ഞങ്ങൾ തന്നെ മടക്കുന്നു. ഞങ്ങളാണെങ്കിൽ C15 എന്ന് പറഞ്ഞ ഡേറ്റ അനാലിസ്റ്റിൻ്റെ ജോബിൻ്റെ ഒരു സ്ഥലം തപ്പിക്കൊണ്ട് നടക്കുക. പക്ഷെ ഞാൻ കിട്ടുന്നില്ല. പറ വിസ്മയങ്ങൾ പറ. പോലും കാണുന്നില്ല. 15 എന്ന് പറഞ്ഞ് 14 വരെ ഉള്ളൂ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മേളിലൊന്നും കണ്ടില്ലല്ലോ. അതിൻ്റെ മേളിലൊന്നും ഇല്ല. 14ഉം 13ഉം മാത്രമേ ഉള്ളൂ അവിടെ. 15 ഇവിടുത്തെ പിള്ളേർക്ക് പോലും അറിയില്ല ഇവിടെ അങ്ങനെ ബ്ലോക്കും ക്ലാസ്സും ഒക്കെ ഉണ്ടോ എന്ന്. തറയിലൊക്കെ പിള്ളേരിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, സ്റ്റെഫിൻ്റെ ഏതോ കാമുകി വന്നു. ഇവളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും സ്റ്റെഫിൻ ഇപ്പോൾ വന്നത്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ജോലി കിട്ടിയ ദൈവത്തിനോട് നന്ദി പറയണേ. ബിക്കോസ് ഇതെന്താണ്, ഞങ്ങളുടെ ആൾക്കാരുണ്ടോ? എന്ത് വലിയ ക്യൂ. അവിടെ നിന്ന് ആൾക്കാർ തലറിഞ്ഞ് വീഴും. തളർന്നു. ഇനി പാഠം ലേൺ ജോബ് ഫെസ്റ്റ് വരുന്നുണ്ട്. അല്ല, ജോബ് ഫെസ്റ്റ് വരണ്ട, അതല്ലാതെ പോകുന്നത് നല്ലതല്ലേ. സാലറിയും ഭയങ്കര കുറവ്. എന്നിട്ട് നമ്മൾ തള്ളും, തല ഇറങ്ങുന്നു, ദേഷ്യം വരുന്നു, ഡീഹൈഡ്രേഷൻ ആവും. ഞങ്ങളിപ്പോൾ ജ്യൂസ് കുടിക്കാൻ, നമുക്ക് ജ്യൂസ് എല്ലാം കുടിക്കാൻ പോവാം. എന്തൊക്കെയാ അല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇത് സ്റ്റെഫിൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അയ്യോ, ദേ സ്റ്റെഫിൻ എന്തൊക്കെയാണ് നടക്കുന്നത്? സ്റ്റെഫിനെ പെണ്ണെ കിടന്ന് നമ്മളെയൊക്കെ മറന്നുപോയി. സോ ഞങ്ങൾ സ്റ്റെഫിൻ പെണ്ണിനെ കണ്ട് ഒറ്റ ഓട്ടം. ഇങ്ങനെയൊക്കെ ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷിക്കാവോ? ദേ ഇപ്പം ഞങ്ങളെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിൻ്റെ അടുത്തുനിന്ന് ഓടുന്നു. സ്റ്റെഫിനൊന്നും നിൽക്കാൻ പോലും അറിയില്ല ആൾക്കാരുടെ അല്ലേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കാലത്ത് സംഭവിക്കുന്നത്? പെൺപിള്ളേരെ കണ്ടിട്ട് ഓടുന്നു. തറയിൽ ആൾക്കാർ ഇരിക്കുന്ന കാര്യം സ്റ്റാർബക്സിൽ കൊണ്ടുപോകും. ഇത് കണ്ടോ? എനിക്കറിയില്ല. ഞങ്ങളിവിടെ താറപ്പാറ നടക്കുക. ഞങ്ങൾ ഇനിയും മിഷൻ ക്വിറ്റ് ചെയ്തു. ദേ ജിമ്മനായി തീരുമായിരിക്കും. ഹായ്, വേണ്ട, കൊച്ചു മേടിച്ചു പോയിന്ന്. സ്റ്റെഫിൻ എന്തൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. കൊച്ചു സ്റ്റെഫിനെ കണ്ട് എടുത്ത് ഇത് കണ്ട ആൾക്കാർ ജോലി ഇല്ലാതെ താല്പര്യപ്പെടാതെ ജീവിതം മടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. കപ്പിൾസിനെ കണ്ടോ? എനിക്ക് മിക്കതും എൻ്റെ യൂട്യൂബിന് ബാൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ കൺക്ലൂഡ് ചെയ്ത് ഞങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് പറ്റില്ല. കിട്ടും, ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് ഞങ്ങൾ അത്രയും ഡ്രസ്ഡ് ആയിട്ടാണ് വന്നത്. ഇവിടുത്തെ ആൾക്കാർ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നത്തെ പാഠം ലേണ്ട് പറ. ഇന്ന് വന്നേ, ഇന്ന് ഇവിടെ വന്നിട്ട് ജോബ് ഫെസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട ഉടനെ ഇറങ്ങി ചിരിക്കരുത്. പെമ്പിളറൊന്നും കൊള്ളില്ല. സ്റ്റെഫിൻ അതിനാണ്ടാ വന്നേ. പക്ഷെ ഞങ്ങൾ ഇനിയും ജോബ് ഫെസ്റ്റ് വരത്തില്ല അല്ലേ? ഇനി ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിയിലേ വരില്ല. സ്റ്റെഫിൻ അങ്ങനെ എല്ലാം പറയാനുണ്ടോ? അടുത്ത ജോബ് ഫെസ്റ്റിൽ ഞാൻ കാണും. അവൻ ഒറ്റയ്ക്ക് വന്നിട്ട് പോവായിരിക്കും. സ്റ്റെഫിൻ ടീമോട് കൂടി വരുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ്. ജോബിന് വേണ്ടി വരുന്നവർക്ക് പറ്റത്തില്ല. അത് പറ്റില്ല, അത് ഞാൻ യോജിക്കുന്നു. ഒരു മാമൻ കുറെ നേരം കൊണ്ട് എന്തൊക്കെയോ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക. ആരും കേൾക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ ആർക്കോ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാമന്മാരുടെ വിട്ടായി തീരില്ല ആരും. ഓക്കെ, എനിക്കറിയില്ല പോവാം. എവിടെ പോകണം നമ്മള്? ഞങ്ങളിപ്പം എന്ത് ചെയ്യണം അറിയില്ല. ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് കാണിച്ചു തരാം. എട്ടനിൽ പ്രവർത്തിക്കുന്ന ഓൾട്ടാസ് ഇലക്ട്രോണിക്സ് ആൻഡ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഇത്രയും ഗെറ്റപ്പിലൊന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും തണുത്ത് കുടിക്കാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ലിമിറ്റഡ് എന്ന ഡ്രൈവേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും പറയണം. നിങ്ങൾ കേൾക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. എന്തെങ്കിലും പറയണം. എന്റെ വെറും കോഴിയാണ്. കോഴിയാ? ഇതാ വലിയ കോഴി.
കമ്പാരിസൺ ഒരുമിച്ചാണ് വാങ്ങി നോക്കുന്നത്. യെസ്, ഞങ്ങൾ കുറേ ആൾക്കാർ ഞങ്ങളുടെ വാങ്ങി നോക്കുക, ജസ്റ്റ് കമന്റ് അടിക്കാൻ വേണ്ടി. ഞങ്ങൾ ഭയങ്കര ജഡ്ജ് ചെയ്യും ആൾക്കാർ. ബട്ടറാക്കൊക്കെ ഞങ്ങൾക്ക് ഏസിയുടെ സ്ഥലം വേണം ഗൈസ്. ബട്ടറാക്ക് ഞങ്ങളിപ്പം ബട്ടർ ഹാഫ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി ഞങ്ങൾ കഴിക്കാൻ. അതേപോലെ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടോ. സോ ഞങ്ങൾക്ക് ജോബ് ഫെയറിൽ എന്തെങ്കിലും ഗുണമില്ലായിരുന്നു. സോ ഇവിടെ ഒരു കുറച്ച് ഗുണമാക്കാമെന്ന് വിചാരിച്ചു. ഇതെങ്കിലും ഞങ്ങൾ നടക്കട്ടെ. വെരി വിയർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദേ ഡോണ്ട് ലൈക്ക് മധുരം, ദേ ഡോണ്ട് ലൈക്ക് എനിത്തിങ്. എനിക്കറിയത്തില്ല ഇവരെ കൊണ്ട് എന്തിനാ ഇവിടെ വന്നതെന്ന്. ഞാൻ നോൺ വെജ് ഇപ്പോൾ കഴിക്കാൻ എനിക്ക് നോയമ്പോ. ഓക്കെ, ഞാൻ നോൺ വെജ് ഇപ്പോൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവർ നോൺ വെജ് കഴിക്കുന്നില്ല. പക്ഷേ ഞാൻ മധുരം കഴിക്കുന്നുണ്ട്, ഇവർ മധുരം കഴിക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു. ഞാൻ മാത്രമുള്ള മധുരം കഴിക്കുന്ന ആളെ ഇവിടുന്ന്. ഇറ്റ്സ് റിയലി നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ ഇവിടുത്തെ. ലോഡഡ് ഫ്രൈസ് വന്നിട്ടുണ്ട്. സ്റ്റെഫിന് അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങളാണെങ്കിൽ ഇപ്പം ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്താ ഫ്രഞ്ച് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് വെജാണ്. അപ്പം ചിക്കൻ്റെ പകരം പനീർ. ഓക്കെ, സോ അതിന് റിവ്യൂ പറയാം. അതിന് ഫ്ലേവർ ഉണ്ട്, ബട്ട് അത് ഡ്രൈ ആണ്. സോ നമുക്ക് കോഫിറ്റ് എടുക്കാൻ പാടില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഡ്രൈ, ഇറ്റ്സ് സ്മോൾ, ബട്ട് യാ ഫ്ലേവർ വൈസ് ഇറ്റ്സ് നൈസ്. അതിൻ്റെ റേറ്റ് എത്ര? 240 അറിയത്തില്ല, ഞങ്ങൾ പഠിച്ചു വരുന്നു. ഞങ്ങൾ ഫുൾ ട്രയലാണ്. സോ ഞങ്ങൾ ഇനി പക്ഷെ കണ്ടോ, ഇപ്പോൾ കണ്ടോ എല്ലാം പഠിച്ചെടുത്തു. എല്ലാവരും കുറച്ച് അറിഞ്ഞിട്ടുണ്ട്, ബട്ട് യാ എല്ലാവരും പഠിച്ചെടുത്തു. ഞാനും സ്റ്റെഫിന് പോക്കെടുത്ത് വിസ്മയം വിചാരിച്ചു ഞങ്ങൾക്ക് നല്ല രീതി അറിയായിരിക്കും, ബട്ട് ഇല്ല അല്ലേ. ഷോ ഇറക്കാനുള്ളതല്ലേ, ഞങ്ങളെപ്പോഴും ഷോ ഇറക്കും. തീരാറായ സമയത്ത് ഇവരുടെ മിൽക്ക് ഷേക്കും എന്തെന്തെന്ന് സ്പാനിഷ് ഡിലൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഡേസി കുപ്പിൽ ഇത്രയും വലിയ സാധനം തന്നെ 50 റുപ്പീസ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. എന്ത് തോന്നുന്നു സ്റ്റെഫിൻ? ആവശ്യമില്ലാത്ത പട്ടിച്ചോണ് വന്നിരിക്കുന്നത്. അടുത്ത വിസ്മയ കുടിച്ചിട്ട് പറഞ്ഞ രണ്ട് സെയിം സാധനമാണ്. വിസ്മയ കാണിച്ച് കുടിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഓവർ എക്സ്പ്രഷൻ ഇടല്ലേ, ഒറിജിനൽ എക്സ്പ്രഷൻ. ടേസ്റ്റ് ഉണ്ടോ? മധുരം കൂടുതലാണ്. എൻ്റെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുരു കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് വരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്താൽ ഇത് എന്തിൻ്റെ കുരുവാണ് ഞങ്ങൾ പിന്നെ പറഞ്ഞു തരാം. എന്താ ടേസ്റ്റ്? സംഭവം കൊള്ളാം. ബട്ടർ സ്കോച്ച് അല്ല, എന്തോ ഡിഫറെൻ്റ് ഉണ്ട്. ബട്ടർ സ്കോച്ച് അല്ല ഇത്. കുടിച്ച് നോക്കിക്കേ, സംതിങ് ഡിഫറെൻറ്റ്. കുടിച്ച് നോക്കിക്കേ, ഇറ്റ്സ് ഡിഫറെൻറ്റ്. കുടിക്കൂ എന്തായിട്ട് തോന്നുന്നു? ബട്ട് ഇറ്റ്സ് നോട്ട് ബട്ടർ സ്കോച്ച്. പഴം അതിൻ്റെ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നില്ല. അത് കുടിച്ച് നോക്കണേ, എന്തോ ഡിഫറൻസ് ഉണ്ട്. ഇത് കുടിച്ച് നോക്കട്ടെ, മാംഗോ കുടിക്കട്ടെ. മാംഗോ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അല്ല, എൻ്റെ ടേസ്റ്റ് ആയിട്ടോ തോന്നുന്നു. ബട്ടർ സ്കോച്ച് അല്ല, വേറെ ഉണ്ട്. പഴം പോലെ നൈസ്. ഭയങ്കര മധുരവും ഇല്ല. ഇറ്റ്സ് നൈസ് അല്ലേ, ഓവർ മധുരമൊന്നും ഇല്ല. നല്ല കടയിലെല്ലാവരും കൊണ്ടുപോകാറുണ്ട്. വിസ്മയുടെ അപ്പുറത്ത് വീട്ടിലെ അങ്ങളുടെ കട. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇതാ ബട്ടർ ഹാഫ്. അതിൻ്റെ മേളിൽ കാണുന്നതാണ് വിസ്മയുടെ ജിം. ഓക്കെ, വിസ്മയ പോകുന്ന ജിം. ഓക്കെ ഗൈസ്, പറ ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഡേ? നല്ല ദിവസമായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു മൂഞ്ചി പോയ ദിവസമാണ്. അതെ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ വലിയ കാര്യത്തിൽ പ്രിൻ്റൊക്കെ എടുത്തു, ആവശ്യമില്ലാതെ റെസ്യൂമേ എടുത്തു, എന്തൊക്കെ കുറേ ഡയലോഗ് എടുത്തു. പക്ഷെ പിന്നെ ഞങ്ങൾ കറങ്ങി കോളേജ് കണ്ടു. അത് കൊള്ളായിരുന്നു. ബോധമില്ലാത്ത വെച്ച കേട്ടോ, റോഡിൽ നിന്ന് അടുക്കൊക്കെ കയറി നിൽക്കും. ഞാൻ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യും. ഞാൻ അതിനെ പറ്റി പൊക്കുന്നില്ല. മാസ്ക് പേടിച്ചായിരിക്കുന്നത്.
വിസ്മയ്ക്ക് പേടിയാണ് മുഖത്ത് തന്നെ കാണാം. വിസ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. ശരിക്കും വിസ്മയ്ക്ക് പേടിയാ. ഒരു വണ്ടി കൊണ്ട് ഇരിക്കാൻ പോയി. അപ്പൊ പിന്നെ പേര് മനസ്സിലായി പേടി. നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഇന്ന് കോളേജ് കണ്ടു. അവിടെ കുറെ ചേട്ടന്മാരെ ഞങ്ങൾക്ക് മനസ്സിലായ എന്താണെന്നറിയാം, അവിടുത്തെ ചേച്ചിമാർക്ക് അല്ലാതെ ചേട്ടന്മാരെ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് അവരെല്ലാം അവരുടെ ബോയ് ഫ്രണ്ട്സിന്റെ അതിന്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഞങ്ങൾ ഫുൾ ഇങ്ങനെ അനലൈസ് ചെയ്യുമായിരുന്നു അല്ലേ. ഒന്ന് വണ്ടി എടുക്കണം. സോ എല്ലാവരും ഇന്നും പിരിഞ്ഞു വേണം. സ്റ്റെഫിന് ഇവിടെ നിന്ന് സ്റ്റെഫിന്റെ വീട്ടിലോട്ടും ഞാൻ വിസ്മയെ വീട്ടിൽ കൊണ്ടിട്ട് ഞാൻ എന്റെ വഴി പോകും. വല്ല പറയണോ? ഭയങ്കര